ചെടികളെ സ്നേഹിക്കുന്നവർക്ക് ഒരു ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഈ ചെടികളിൽ കറുത്ത ഒരു അങ്ങനെ കുത്തു പോലെ വന്ന് അതിന്റെ ഇലകളുടെയൊക്കെ നീരൂറ്റി കുടിച്ചിട്ട് അത് മുരടിച്ച് നിൽക്കുക. കൂടുതലും ഈ 10 മണി ചെടികൾ, അതുപോലെ തന്നെ എക്സോറ, നമ്മുടെ ചെത്തിച്ചെടികൾ, ഇലച്ചെടികൾ, അഗ്ലോണിമ, ഇങ്ങനെയൊക്കെ ഉള്ള ചെടികളുടെ ഇലകളിലാണ് കൂടുതൽ. ഇനിയിപ്പോൾ കുറേ പ്രശ്നങ്ങൾ മാവിൽ, നമ്മുടെ വീട്ടിൽ വളർത്തിയിരിക്കുന്ന പലവർഷ തൈകളിലൊക്കെ വന്നിട്ടുണ്ട്. ഒത്തിരി എന്താ പറയുക, വീടുകളിലെ ചെടികളൊക്കെ ഇങ്ങനെ ഇലകളൊക്കെ കറുത്തിരിക്കുന്നുണ്ട്. എനിക്കും അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. കാരണം പൂക്കളൊക്കെ ഉണ്ടാവുന്ന സമയമായപ്പോഴേക്കും ഇവയുടെ ഇലകളെല്ലാം കറുത്തുപോയി. എന്താ പറയുക, ഒരു കൂമ്പ് വരികയോ അല്ലെങ്കിൽ അതിനകത്ത് മുട്ട് വരികയോ ഒന്നും ചെയ്യാത്തൊരവസ്ഥ. അങ്ങനെയാണ് ഞാൻ ഔചാരിതമായിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയത്. അത് നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി പേർക്ക് അത് ഉപകാരമായിരിക്കും. കാരണം എന്താ പറയുക, നമ്മൾ പുന്നാരിച്ച് വളർത്തുന്ന ചെടികളൊക്കെ ഇതേപോലെ നശിച്ചു പോയി പൂക്കൾ ഉണ്ടാവാതിരിക്കുമ്പോൾ ഒരു വിഷമമല്ലേ. അപ്പോൾ ഇത് ചെടികളിൽ മാത്രം, അതായത് പൂ ഉണ്ടാവുന്ന ചെടികളിൽ മാത്രമാണ് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നുള്ളൂ. പച്ചക്കറികളിൽ ഒന്നും അടിക്കണ്ട കേട്ടോ. പച്ചക്കറികളിൽ അടിക്കാം. എപ്പോഴാണെന്നറിയോ, ഈ ചെടി നട്ട് കൂമ്പ് മുരടിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇലകളൊക്കെ ഉഷാറിലാണ്ട് ചുരുണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ പൂവിട്ട് വരുന്ന ഒരു പച്ചക്കറികളിലും ഞാനിത് ഉപയോഗിക്കാനായിട്ട് പറയില്ല. അപ്പം നമ്മുടെ ഈ കീടനാശിനികൾ കൊടുക്കുന്ന വളക്കടകളുണ്ടാവും, വളവും അതുപോലെ അങ്ങനെയൊക്കെയുള്ള നല്ലൊരു ഷോപ്പിൽ നിങ്ങൾ ചോദിച്ചാൽ നഗാട്ട എന്ന പേരിലുള്ള ഈ ഒരു ഇത് കിട്ടും. ഒരു കീടനാശിനിയാണ് അത്. എന്താ പറയുക, സൂക്ഷിച്ച് ഉപയോഗിക്കണം. മാസ്ക് ഇട്ടൊക്കെ ഉപയോഗിക്കണം. കയ്യൊറൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതൊരു കുപ്പിക്ക് 191 രൂപയാണ് വില. പക്ഷേ ഇതൊരു അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ചെടികൾക്ക് കൊടുക്കാൻ ഒരു 6-7 തുള്ളി നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ്. അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. 1-2 പ്രാവശ്യം നിങ്ങളിത് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിന് കൂമ്പ് വരുന്നത് കാണാം. ആവശ്യം വരുമ്പോൾ മാത്രം പിന്നീട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നഗാട്ട എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്താലും കിട്ടും കേട്ടോ. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ നിങ്ങൾ ഒന്ന് നഗാട്ട എന്ന് അടിച്ചു നോക്കുക. NAGATA. അത് നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഡയറക്ഷനൊക്കെ വായിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ബോധ്യപ്പെട്ടാൽ മാത്രം, നിങ്ങൾക്ക് താല്പര്യം മാത്രം മേടിച്ചാൽ മതി. കാരണം കീടനാശിനികളൊന്നും നമ്മൾ അധികം പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മൾ എന്താ പറയുക, കുറേ ആഗ്രഹിച്ചും കുറേ ഇഷ്ടപ്പെട്ടൊക്കെ വളർത്തുന്ന ചെടികളൊക്കെ നശിച്ചു പോകുമ്പോൾ ഒരു വല്ലാത്ത വിഷമമാണ്. അടുത്ത മാജിക് കേട്ടോ. മാജിക് ഞാൻ നിങ്ങൾക്ക് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നഗാട്ടയുടെ അത്രയും തന്നെ ഒരു സ്ട്രോങ് അല്ല. ഇത് കുറച്ച് എന്താ പറയുക, ഇഫക്റ്റ് കുറവാണ്. നമ്മുടെ ചെടികളിലുണ്ടാകുന്ന ചെറിയ ചീച്ചൽ, അല്ലെങ്കിൽ ഇതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ, പിന്നെ എന്താണ്, കീടങ്ങളൊക്കെ വന്നിരുന്നിട്ട് നമ്മുടെ മുട്ടിനെയൊക്കെ തിന്ന് കളയുന്ന ചിലന്തികൾ വരുന്ന ആ ഉറുമ്പൊക്കെ വരുന്ന ആ സമയത്തൊക്കെ മാജിക് അടിക്കാനായിട്ട് നല്ലതാണ്. ഇതും നല്ലതാണ്. ഈ ഒരു നഗാട്ടയുടെ അത്രയും തന്നെ ഇഫക്റ്റ് അല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം മാജിക് ഉണ്ടെങ്കിൽ അത് നടക്കും. പക്ഷേ കുറച്ച് നല്ല സ്ട്രോങ്ങിൽ നമുക്കത് നശിപ്പിച്ചോളാം. പെട്ടെന്ന് നമുക്ക് അത് ചെടികളെ രക്ഷപ്പെടുത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലെ എല്ലാ ചെടികളും നല്ല ഉഷാറായിട്ട് പൂക്കൾ വന്നിട്ടുണ്ട്. മുരടിച്ച് പോയിന്ന് കണ്ട 10 മണികളൊക്കെ നല്ല പൂക്കൾ വന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ പൂന്തോട്ടമൊക്കെ നിങ്ങളെ കാണിക്കാറുള്ളതാണ്. ഇതേപോലെ നിറഞ്ഞ് പൂക്കൾ കിട്ടുന്ന ആ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നത്. അപ്പോൾ ഇത് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തോളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.